PN ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഡയോഡ് തുടങ്ങിയ സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് തന്നെ പറയാം PN ജംഗ്ഷൻ. A junction formed when a P-type semiconductor and N-type semiconductor are joined together. Then it is called a PN junction. ഒരു P-type മെറ്റീരിയലും N-type മെറ്റീരിയലും ജോയിൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് PN ജംഗ്ഷൻ. ഒരു PN ജംഗ്ഷൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Two important processes during the formation of a PN junction are diffusion and drift. First of all, what is diffusion? നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ കാണാം, ഒരു P-type മെറ്റീരിയലും N-type മെറ്റീരിയലും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ the holes diffuse from P side to N side and electrons diffuse from N side to P side. ഫിഗറിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹോൾസ് P സൈഡിൽ നിന്നും N സൈഡിലേക്കും ഇലക്ട്രോൺസ് N സൈഡിൽ നിന്ന് P സൈഡിലേക്കും മൂവ് ചെയ്യുന്നതായി. ഈ ഡിഫ്യൂഷൻ മൂലം എ ലെയർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഡെവലപ്ഡ് ഓൺ N സൈഡ് ഓഫ് ദി ജംഗ്ഷൻ and a layer of negative charge is developed on the P side of the junction. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ലെയറിനെ നമ്മൾ പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ എന്നും നെഗറ്റീവ് ചാർജ് ലെയറിനെ നമ്മൾ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ എന്നുമാണ് പറയുന്നത്. ഇതാണ് ഡിഫ്യൂഷൻ എന്ന ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഡിപ്ലീഷൻ റീജിയൻ. ദ സ്പേസ് ചാർജ് റീജിയൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ ടുഗദർ ഈസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജിയൻ. നമ്മളിപ്പോൾ കണ്ടെത്തിയ ആ റീജിയൻ സ്പേസ് ചാർജ് റീജിയൻ, പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ആൻഡ് നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറഞ്ഞു. ആ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജസ്, അതായത് ഇലക്ട്രോൺസും ഹോൾസും ആ റീജിയനിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, what is drift? The positive charge on N side of the junction and negative charge on P side of the junction develops an electric field. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഡിഫ്യൂഷൻ മൂലം N സൈഡിൽ പോസിറ്റീവ് ചാർജും P സൈഡിൽ നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന്. ഈ ചാർജസ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് ഫീൽഡ് an electron on P side of the junction moves to N side and a hole on N side of the junction moves to P side. The motion of charge carriers due to the electric field is called drift. ഈ മൂവ്മെൻറ്റിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. As the diffusion process continues, drift current increases and this process continues until the diffusion current equals drift current. ഡിഫ്യൂഷൻ കറൻറ്റും ഡ്രിഫ്റ്റ് കറൻറ്റും ഈക്വൽ ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ എ PN ജംഗ്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം ദർ ഇസ് നോ നെറ്റ് കറണ്ട്. PN ജംഗ്ഷനിൽ ഇക്വിലിബ്രിയത്തിലായാൽ നെറ്റ് കറണ്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് ഈസ് ബാരിയർ പൊട്ടൻഷ്യൽ. The potential difference produced due to the diffusion of charge carriers across a PN junction is called barrier potential. ഈ ചാർജ് കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ മൂലം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡെവലപ്പ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ.
ഈ ബാരിയർ പൊട്ടൻഷ്യൽ ലിമിറ്റ്സ് ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ്. ബാരിയർ പൊട്ടൻഷ്യൽ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയൊക്കെ ഡിഫ്യൂഷനെ അത് ലിമിറ്റ് ചെയ്യും. ഇത്രയുമാണ് പി എൻ ജംഗ്ഷൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെമി കണ്ടക്ടർ ഡയോഡ്. ദാറ്റ് മീൻസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. A semiconductor diode is a PN junction with metallic contacts provided at the ends for the application of an external voltage. External voltage അപ്ലൈ ചെയ്യുന്ന രീതിയിൽ മെറ്റാലിക് കോണ്ടാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഡയോഡ്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ്, ഒരു 2 ടെർമിനൽ ഡിവൈസാണ് സെമി കണ്ടക്ടർ ഡയോഡ്. ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജെർമേനിയം ഡയോഡും സിലിക്കൺ ഡയോഡും ഉണ്ട്. ബാരിയർ വോൾട്ടേജ് ഓഫ് എ ജെർമേനിയം ഡയോഡ് ഈസ് 0.2 വോൾട്ടേജ് ആൻഡ് ദാറ്റ് ഓഫ് എ സിലിക്കൺ ഡയോഡ് ഈസ് 0.7 വോൾട്ടേജ്. നൗ പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയസ്ഡ്. എന്താണ് ഫോർവേഡ് ബയസ്ഡ് നോക്കാം. In forward biasing, the P side is connected to the positive terminal of the battery and N side to the negative terminal. ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. Due to the applied voltage, electrons from N side cross the depletion region and reach P side, and holes from P side cross the junction and reach the N side. ഇങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും മൂവ്മെൻറ്റ് നടക്കുന്നത്. This process under forward bias is known as minority carrier injection. In forward bias, the height of the barrier potential reduces for majority carriers. അതായത് ബാരിയർ പൊട്ടൻഷ്യൽ മെജോറിറ്റി കാരിയേഴ്സ് മൂലം ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നു. ആൻഡ് the junction offers a very low resistance to the flow of current. കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യും എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല. ദ കറണ്ട് ഇൻക്രീസസ് ഷാർപ്ലി വിത്ത് ഫോർവേഡ് വോൾട്ടേജ്. ഫോർവേഡ് വോൾട്ടേജിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഡിക്രീസസ്. ഇത്രയൊക്കെയാണ് ഫോർവേഡ് ബൈസിങ്ങിൽ നടക്കുന്നത്. കറണ്ടിൻ്റെ ഫ്ലോ സ്മൂത്തായിട്ട് നടക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൗ പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയസ്. ഇൻ ദിസ് കേസ് എൻ സൈഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് പി സൈഡ് ടു ദ നെഗറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി. ദെൻ വാട്ട് ഹാപ്പൻസ്? ഇൻ ദിസ് കേസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. ഈ കേസിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിപ്ലീഷൻ റീജിയൻ വിത്ത് ഓൾസോ ഇൻക്രീസസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. റിവേഴ്സ് പ്രോസസ്സാണല്ലോ നടക്കുന്നത്. ദിസ് സപ്രസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എൻ ടു പി ആൻഡ് ഹോൾസ് ഫ്രം പി ടു എൻ. എന്നിൽ നിന്ന് പിയിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റും പിയിൽ നിന്ന് എന്നിലേക്കുള്ള ഹോൾസിൻ്റെ മൂവ്മെൻറ്റും ഇത് തടയുന്നു. സോ കറൻറ്റ് ഈസ് ഡ്യൂ ടു റിവേഴ്സ് ബയസിങ് ഈസ് എസെൻഷ്യലി ദ വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് അപ് ടു എ ക്രിട്ടിക്കൽ റിവേഴ്സ് വോൾട്ടേജ് നോൺ ആസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഒരു പരിധി വരെ ഇതിങ്ങനെ പിടിച്ചു നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുന്നത് വരെ കറൻറ്റ് ഫ്ലോ ഈസ് നോട്ട് പോസിബിൾ എന്ന് തന്നെ പറയാം. ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിയതിന് ശേഷം മാത്രമാണ് കറൻറ്റ് ഫ്ലോ നടക്കുന്നത്. ഇൻ റിവേഴ്സ് ബയസ് ദ ഹൈറ്റ് ഓഫ് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. കാരണം ഫ്ലോ ഓഫ് കറൻറ്റ് അത്ര സ്മൂത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ജംഗ്ഷൻ റെസിസ്റ്റൻസും വെരി ഹൈ ആണ്. ഹിയർ ദ റിവേഴ്സ് കറൻറ്റ് ഈസ് വെരി ലോ ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയേഴ്സിനൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സോ അതിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇവിടെ റിവേഴ്സ് കറൻറ്റ് സംജാതമാകുന്നത്.
Here, the width of the depletion layer increases. ഇതൊക്കെയാണ് റിവേഴ്സ് ബയസിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. Now, forward characteristics of a diode. സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു PN ജംഗ്ഷൻ ഡയോഡ് കൊടുത്തിട്ടുണ്ട്. വോൾട്ട് മീറ്ററും മില്ലി അമ്മീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സെല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. മില്ലി ആംപിയറും വോൾട്ടും. ആഫ്റ്റർ ദ ക്യാരക്ടറിസ്റ്റിക്സ് വോൾട്ടേജ് ദ ഡയോഡ് കറൻറ്റ് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി. ഫോർവേഡ് ബയസിങ്ങിലാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഈവൻ ഫോർ എ വെരി സ്മോൾ ഇൻക്രീസ് ഇൻ ദ ഡയോഡ് ബയസ് വോൾട്ടേജ്. ദിസ് വോൾട്ടേജ് ഈസ് കോൾഡ് ത്രഷോൾഡ് വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. കുറച്ച് നേരമൊക്കെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം ത്രഷോൾഡ് വോൾട്ടേജിന് ശേഷം അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജിന് ശേഷം ഈ ഡയോഡ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഈ വോൾട്ടേജ് ജർമേനിയത്തിൻ്റെ കേസിൽ ഇറ്റ് ഈസ് 0.2 വോൾട്ടേജ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് സിലിക്കൺ ഇറ്റ് ഈസ് 0.7 വോൾട്ടേജ്. The forward voltage after which current through a diode increases linearly with voltage is called knee voltage. ഒരു നീയുടെ ഷേപ്പ് എന്ന് തന്നെ പറയാം. തല തിരിഞ്ഞിരിക്കുന്ന ഒരു നീയുടെ ഷേപ്പ്. അതുകൊണ്ട് ഇതിനെ നീ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, പക്ഷേ ബാറ്ററി കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ബയസിങ്ങിലാണെന്ന് മാത്രം. ഓപ്പോസിറ്റ് കണക്ഷനാണ്. ഇവിടെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുന്നു. കറൻറ്റ് മൈക്രോ അമ്മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ മൈക്രോ ആംപിയേഴ്സാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇൻ റിവേഴ്സ് ബയസ് ഓഫ് എ ഡയോഡ്, if the voltage less than the breakdown voltage is applied, very small constant current flows through the diode due to the minority charge carriers. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം മൈനോറിറ്റി കാരിയേഴ്സ് മൂലമുള്ള കറൻറ്റ് ഫ്ലോയാണ് ഇവിടെ പോസിബിൾ ആവുന്നത്. ദിസ് കറൻറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. ഈ കറൻറ്റിനെ നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്നാണ് പറയുന്നത്. ലീക്കേജ് കറൻറ്റ് എന്നും പറയാറുണ്ട്, മൈനോറിറ്റി കാരിയേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്നതായതുകൊണ്ട്. ഹിയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. The reverse voltage at which the current increases sharply is called reverse breakdown voltage. The phenomenon in which reverse current increases sharply at breakdown voltage is called Zener effect. ഈ ഇഫക്റ്റ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡ് ഉണ്ട്. അതിനെ നമ്മൾ സെനർ ഡയോഡ് എന്നാണ് പറയുന്നത്. ആൻഡ് the breakdown of the diode at the critical reverse voltage due to the increased production of electron hole pair is called avalanche breakdown. ഈ breakdown എന്ന് പറയുന്ന പേരാണ് avalanche breakdown. Then what is the dynamic resistance in reverse biasing? It is the ratio of small change in voltage delta V to the small change in current delta I. That is R is equal to delta V by delta I.